പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായി കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആദ്യമായി ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി പ്രിയ സഹോദരൻ ജോൺ ഷായനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്ലീറ്റസ് ആ പ്രോഗ്രാം ഷീറ്റ് ഒന്ന് കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും കരഘോഷത്തോടെ പ്രിയ സഹോദരനെ എതിരേറ്റാലും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യയ്ക്കായി വീണ്ടും നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, യൂത്ത് മീറ്റിംഗ് ആയിട്ട് അവിടുത്തെ പാതപ്പെടുത്തെങ്കിൽ കടന്നു വരുവാൻ നീ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയല്ലോ. ഇന്നത്തെ എല്ലാ പ്രോഗ്രാമുകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകാൽ പ്രോഗ്രാം ഏറ്റിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവേ, നീ പ്രത്യേകാൽ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് പ്രയോജനത്തിനും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനും കാരണമാക്കി തീർക്കണമേ. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യ ബോധ്യത്തിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സങ്കീർത്തനം മാസ്റ്റർ എയ്ഡൻ ജിജോ. The Lord, Psalms 121. The Lord our protector. I look to the mountains, where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger. He will keep you safe. He will protect you as you come and go, now and forever. Amen. പൈതലിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് റിപ്പോർട്ട് വായനയാണ് സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നത്. ദൈവത്തിന്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റിപ്പോർട്ട് കഴിഞ്ഞ മാസത്തിൽ റിപ്പോർട്ട് വായിക്കുന്നു. ദോഹ ബനീസ് പെന്തക്കോസ്ത് അസംബ്ലി ദൈവസഭയുടെ യുവജന കൂട്ടായ്മ EPIF-ന്റെ ഈ വർഷത്തെ 7ാമത് യോഗ വിവര റിപ്പോർട്ട്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ യുവജന കൂട്ടായ്മയായ EPYF-ന്റെ ഈ വർഷത്തെ 7ാമത് യോഗം 8/7/2022 വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 7:50 PM-യോടെ ബ്രദർ ഷിബു തോമസിന്റെ മഹനീയ അധ്യക്ഷതയിൽ കൂടുവാനിടയായി. അധ്യക്ഷൻ തന്നെ പ്രാർത്ഥിക്കുകയും തുടർന്ന് എയ്ഡൻ ലിജോ സങ്കീർത്തനം മനപ്പാഠമായി പറയുകയുണ്ടായി. തുടർന്ന് സെക്രട്ടറി കഴിഞ്ഞ യോഗ വിവര റിപ്പോർട്ട് വായിക്കുകയും വായിച്ച റിപ്പോർട്ട് ബ്രദർ തോമസ് കെ കോശി ജോയിച്ചായൻ പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെടുകയും ബ്രദർ ജോൺ ജോർജ് അഭിപ്രായം പിന്താങ്ങുകയും ചെയ്തതോടെ റിപ്പോർട്ട് പാസ്സായി. തുടർന്ന് അധ്യക്ഷന്റെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിന് ശേഷം നടന്ന പ്രോഗ്രാമുകൾ ഈ വിധമായിരുന്നു. സോളോ മാസ്റ്റർ ജോഷുവ സജു അബ്രഹാം, ബൈബിൾ ഇൻഡെക്സ് മാസ്റ്റർ ജെയ്ഡൻ ജിൽസൺ, ബുക്ക് റെഫറൻസ് ബ്രദർ ക്ലീറ്റസ് കോശി, ഗ്രൂപ്പ് സോങ് കുമാരി ഗ്ലാഡിയ ആൻഡ് ഗിഫ്റ്റി, സെർമൺ ബ്രദർ പയസ് പി ജോൺ, ഓഷൻ ബൈബിൾ കിസ് മാസ്റ്റർ ഡാനി ജോൺ, സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ ജസ്മിൻ ബിജോയ്, ഗ്രൂപ്പ് സോങ് ബദനി സാറ ജോയ്സൺ ആൻഡ് പാർട്ടി, മിഷൻ സ്റ്റോറി ബ്രദർ ബെൻ കോശി തോമസ്, ഗ്രൂപ്പ് സോങ് കുമാരി ജിയാന ആൻഡ് പാർട്ടി എന്നീ പ്രോഗ്രാമുകൾ അനുഗ്രഹമായി നടത്തപ്പെടുകയുണ്ടായി. അന്നേ ദിവസം എടുത്ത സ്തോത്രക്കാഴ്ചയായി ഖത്തർ റിയാൽ 593 ലഭിക്കുകയുണ്ടായി. തുടർന്ന് അധ്യക്ഷന്റെ ഉപസംഹാരാനന്തരം പാസ്റ്റർ കോശിയുടെ പ്രാർത്ഥനയും ആശീർവാദത്തോടും കൂടി അന്നത്തെ യോഗം സമംഗളം പര്യവസാനിച്ചു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹീബ്രു 12:1. ഇന്നയോളം നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും
അനുഗ്രഹിച്ചു നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഭാസമക്ഷം സമർപ്പിക്കുന്നു എന്ന് ജോയിന്റ് സെക്രട്ടറി. കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലെന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ സംബന്ധിച്ചവർക്ക് അത് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ ഒരാൾക്ക് അതിനെ പിന്താങ്ങാം, ഒരാൾക്ക് അതിനെ അഭിപ്രായപ്പെടാം, പാസ്സാക്കാം, മറ്റൊരാൾക്ക് പിന്താങ്ങാം. ആയിക്കോട്ടെ. ബ്രദർ ഷൈനു പാസ്സാക്കാൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഒരാൾ പിന്താങ്ങിയാണെങ്കിൽ നമുക്കത് പാസ്സാക്കാം. അവറിച്ചാൻ അതിനെ പിന്താങ്ങിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മൾ പാസ്സായിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇൻട്രൊഡക്ഷനാണ്. അത് ചെയർമാനാണ്. ചില പ്രോഗ്രാമുകൾക്ക് ശേഷം ഇൻട്രൊഡക്ഷൻ ഉപസംഹാരത്തിൽ പറഞ്ഞുകൊള്ളാമെന്നാണ് താല്പര്യപ്പെടുന്നത്. ഒഴിവാകാനല്ല, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോളോ കുമാരി ജോയന്ന സാജു എബ്രഹാം. Praise the Lord. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Where sin runs deep, your grace is more. Where grace is found is where you are. Where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. So teach my song to rise to you. When temptation comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. നന്നായിട്ട് പാടി.
കർത്താവ് പൈതലിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സോങ് ആൻഡ് ബൈബിൾ റെഫറൻസ് സിസ്റ്റർ ആൻസി ബ്ലസൻ. അത് പ്രസൻ്റ് അല്ലാത്തതുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാൻ നമുക്ക്. ഗ്രൂപ്പ് സോങ് കുമാരി അബിയ ആൻഡ് മാസ്റ്റർ ആൻഡ്രൂ. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. എത്ര മോദം പാതലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാതലത്തിൽ ജീവിക്കും നാൾ. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തേലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തേലത്തിൽ ജീവിക്കും നാൾ. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തേലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തേലത്തിൽ ജീവിക്കും നാൾ. വേഗം വരാമെന്നോ രക്ഷനാഥ. നോക്കി നോക്കി കണ്ണിൽ മങ്ങിടുന്നേ. വേഗം വരാമെന്നോ രക്ഷനാഥ. നോക്കി നോക്കി കണ്ണിൽ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. എത്ര മോദം
പ്രൈസ് ദി ലോർഡ്. നല്ല പാട്ടായിരുന്നു അല്ലേ? ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു പ്രോഗ്രാമിലോട്ട് പോയപ്പോൾ എന്നോട് കർത്താവിൻ്റെ ദാസനെ ഉറപ്പിച്ച് പാട്ടുകൾ അടുപ്പിച്ച് വരുന്നത് നല്ലതല്ലെന്ന്. നമുക്കങ്ങനെ ശരിയാണ് കാര്യം, അങ്ങനെ ശരിയാണെങ്കിൽ, പക്ഷേ നമ്മുടെ പാട്ടിനെ സംബന്ധിച്ച് അങ്ങനെ അധികം ഭാരപ്പെടേണ്ടതായിട്ടില്ല. കാര്യം പാട്ടും പല തലത്തിലും പല ഭാഗത്തു നിന്നും വരുന്നതാണ്. എന്നാ പറയാനേ എന്നുള്ള പാട്ടൊന്നുമല്ല ഇവിടെ പാടുന്നത് നമ്മൾ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എല്ലാ പാട്ടുകളും മാറി മാറി പാടാനായിട്ട് സാധിക്കും. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവം കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു പോകാം. പോർഷൻ ബൈബിൾ ക്വിസാണ്. അത് ബ്രദർ ജിജി വർഗീസ് മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ അത് നിർവഹിക്കും. പ്രൈസ് ദി ലോർഡ്. എയും ബി. അബ്രഹാം ബേർഷേബയിൽ നട്ട വൃക്ഷമേത്? അബ്രഹാം ബേർഷേബയിൽ നട്ട വൃക്ഷമേത്? എ. സൂമിലാരിലുണ്ടോ? അബ്രഹാം ബേർഷേബയിൽ നട്ട വൃക്ഷമേത്? ബിയോട് ചോദിക്കുന്നു. കുറച്ച് പറ. ശരിയാ, ബി. അടുത്തത്, ആദ്യജാതൻ ഊസ്, അനുജൻ ബൂസ്, ഇവരുടെ അപ്പന്റെ പേരെന്താണ്? ശരിയാ, ബിയാ. സാറായുടെ ആയുഷ്കാലം എത്ര? സാറായുടെ ആയുഷ്കാലം എത്ര? ശരിയാ. എബ്രോന്റെ മറുപേരെന്ത്? എബ്രോന്റെ മറുപേരെന്ത്? ശരിയാ. ഇക്കാര്യം യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞത് ആരെല്ലാം? ഇക്കാര്യം യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞത് ആരെല്ലാം? ഇക്കാര്യം യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞത് ആരെല്ലാം? അറിയില്ല. ബിയോട്. പറ, ഒന്ന് ശരിയാ. ലാബാൻ. മെതുവേല്. തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തത് ആരാണ്? തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തത് ആരാണ്? ശരിയാ, ശരിയാ. യേശു കഴുതപ്പുറത്ത് വരുമെന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? യേശു കഴുതപ്പുറത്ത് വരുമെന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? ശരിയാ. മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആരാണ്? ശരിയാ, പക്ഷേ ശരിയാ. ഓക്കെ. ക്രിസ്തുവിന്റെ വരവെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് ആരാണ്? ക്രിസ്തുവിന്റെ വരവെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് ആരാണ്? ബിയോട്. ഓക്കെ. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ എങ്ങനെയാണ് വരുന്നത്? ശരിയാ. നീതിമാർഗം ഉപദേശിച്ചു കൊണ്ടുവരുന്നവൻ ആർ? നീതിമാർഗം ഉപദേശിച്ചു കൊണ്ടുവരുന്നവൻ ആർ?
നീതിമാർഗം ഉപദേശിച്ചു കൊണ്ടുവന്നവർ ആർ? ശരിയാ. മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നതാരൊക്കെ? മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നതാരൊക്കെ? ശരിയാ ശരിയാ. പോയിന്റ് എങ്ങനെയാണ്? അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? ബി 10 പോയിന്റും എ 2 പോയിന്റും അല്ലേ? അങ്ങനെയാണ് കേട്ടോ. ഇത് ഗ്രൂപ്പ് ആയിരുന്നുകൊണ്ട് അങ്ങനെ തന്നെയാണ്. ഓക്കെ. ബ്രദർ ജിജിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചോദ്യം ചോദിക്കാമെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലൊരു അധ്വാനമൊക്കെ ഉണ്ടല്ലോ. ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലുണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് പറയരുതെന്നുള്ള ധാരണയോടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കർത്താവ് പിന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നെ നമുക്കൊരു പാട്ട് കേൾക്കാം. ജാനറ്റ് ആൻഡ് സിസ്റ്റർ ലവ്ലി. Praise the Lord. Greetings to you all in the sweet and matchless name for Lord and Savior Jesus Christ. We are going to sing a Hindi song which says that, what shall I render unto the Lord for all his benefits towards me, except to take the cup of salvation and call upon the name of the Lord. जो कुछ है तूने दिया उसके बदले में क्या देऊं, जो कुछ है तूने किया उसके बदले में क्या कहूँ, धन्यवाद का कटोरा उठा के मैं ये कहूँ, धन्यवाद का कटोरा उठा के मैं ये कहूँ, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद। जीवन है तेरा दिया, जो कुछ है मेरा सब तूने दिया, जीवन है तेरा दिया, जो कुछ है मेरा सब तूने दिया, धन्यवाद का कटोरा उठा के मैं ये कहूँ, धन्यवाद का कटोरा उठा के मैं ये कहूँ, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद। आशीष है तुझसे है मेरी, बिन मांगे तूने है सब कुछ दिया, आशीष है तुझसे है मेरी, बिन मांगे तूने है सब कुछ दिया, धन्यवाद का कटोरा उठा के मैं ये कहूँ, धन्यवाद का कटोरा उठा के मैं ये कहूँ, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद, पिता धन्यवाद,
യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഇരുവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത സ്പെഷ്യൽ പ്രോഗ്രാമാണ് സിസ്റ്റർ പ്രിസ്കില്ല ജോയ്സൺ. Praise the Lord. Greetings to one and all. First of all, I would like to thank my Savior for this blessed opportunity. Also, I would like to thank Clement for putting up this the entire procedure of what our Lord went through, the medical accounts of the suffering of our Lord Jesus Christ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ഒരു ഡീപ്പായിട്ട് നമുക്കറിയാം. About crown of thorns, nails pierced through his hands and feet. അതെല്ലാം നമ്മൾ ഇച്ചിരി അറിയത്തുള്ളല്ലോ. പക്ഷേ ഇത് the medical accounts are in depth. ചില ഹിസ്റ്റോറിയൻസ് ആൻഡ് ചില മെഡിക്കൽ ഡോക്ടേഴ്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി അവരാണെങ്കിൽ റിസർച്ച് ചെയ്ത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ സം ഓഫ് ദി ഞാൻ അവരുടെ പേരെടുക്കാം. ഒന്ന് മെത്തറിൽ, who is PhD in engineering, bibliography ആണ്, and detailed description of physical effects of scourging and crucifixion of Jesus. Terry McDermott, എന്നിട്ട് കേസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ലീസ് ട്രോബിൾ. സോ ഇവർക്ക് വേണ്ടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്റോറിയൻസും റിസർച്ചേഴ്സും റിസർച്ച് ചെയ്ത് പറഞ്ഞ ചില സ്ലൈഡ്സ് ആണ്. സോ ലെറ്റ് മീ ടേക്ക് യു ഓൾ ടു എ ജേർണി ത്രൂ ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. I want all the students, all my children to look at the slides, okay? This is particularly for all of you. I'll be asking questions in between, okay? So it's also for the elders as well. I really thank Clement for this opportunity because എനിക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ നെയിൽസും തോൺസും ഒക്കെ അങ്ങനെ നമ്മൾ ധ്യാനിക്കത്തേ ഉള്ളല്ലോ. But this is even more detailed. So all the children, please have a look, okay? It is a little long slide, so please bear with me. So first, the journey is through the suffering of Jesus. What happened at the Garden of Gethsemane? Next slide. Okay, we'll play a video first. So this is what happens at the Garden of Gethsemane, okay? ഇവിടെ ജീസസ് ഇപ്പം അരമിക് ലാംഗ്വേജിൽ നിന്ന് if I translate, യേശുപ്പച്ചൻ പറഞ്ഞേ, my father, if it is possible, let this cup pass from me, yet not as I will, but as you will. So നമുക്കറിയാലോ ജീസസ് ക്രൈസ്റ്റ് അവിടെ വെച്ച് പറഞ്ഞത് ഈ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് നീങ്ങിപ്പോട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ്? ബിക്കോസ് യേശുപ്പച്ചൻ അറിയായിരുന്നു അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ആ ആഗണി എന്ന് വെച്ചാൽ അത്രയ്ക്കും ഡീപ്പ് പെയിൻ ഹി ഈസ് ഗോയിങ് ടു സഫർ. അതെല്ലാം മുന്നേ കണ്ട് അത്രയും ഒരു മേഴ്സിലെസ് സഫറിങ്, ഒരു കമ്പാഷനേറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ നടുവിൽ ഹൗ മെൻ്റലി ഹി വിൽ ബി ടോർച്ചേർഡ് ആൻഡ് ഫിസിക്കലി ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് ടോർച്ചേർഡ്, ഓക്കെ? അവിടെ Luke 22, I want one of the children to take Luke 22, 42 to 44. ബിക്കോസ് ഇത് നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് എടുത്തില്ലെങ്കിൽ അവർ ഡീപ്പായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. സോ ഐ വാണ്ട് വൺ ഓഫ് ദ children, one of you all, to take Luke 22 verse 42 to 44. Okay, so that is the scripture. That is the statement the Lord Jesus says when he goes through, before he goes through the suffering. And there we know that Jesus experienced a rare medical condition which is called hematohydrosis. So hematohydrosis are medical aspects. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ blood comes out through the sweat. ഇല്ലേ, രക്തമാണെങ്കിൽ സ്വെറ്റ് വേർപ്പിന്ന് വെളിയിലോട്ട് വരും. അതിന് മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെമാറ്റോഹൈഡ്രോസിസ്. സോ what happens is, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഭയങ്കര ഒരു സ്ട്രെസ്. Because Jesus knows what he is going to go through, right? The emotional stress, he is going through the deep emotional stress, which is why these tiny capillaries, okay, which is there on the skin, will just burst forth, okay, because of that high stress, high blood pressure. Idanengil burst cheyumbom adu sweat glands lot adu they all collect and then it comes out of the skin, okay? Why is it happening? Due to great emotional
ഡിസ്ട്രെസ്. ഓക്കെ, ഭയങ്കര വേദന യേശുപ്പച്ചൻ്റെ മനസ്സിൽ അനുഭവിക്കുക. അപ്പോഴാണ് പറയുന്നത്, മൈ ഫാദർ ഇഫ് ഇറ്റ് ഇസ് യുവർ വിൽ ടേക്ക് ദിസ് കപ്പ് ഫ്രം me. Okay, so what happens is this process could have produced great weakness and possible shock. Why? Because Jesus is foreseeing that he needs to take the sin of the entire world. ദൈവം നേരത്തെ തന്നെ ദൈവത്തിന് കാണാം, ദൈവം യേശുപ്പച്ചൻ കാണുക, the entire sin of this world he has to take on himself. Okay, so he's going through that emotional distress. Okay, പിന്നെ next is നമ്മൾ തുടങ്ങാം. So this is Garden of Gethsemane. What happens at Garden of Gethsemane? Hematohydrosis, right? Blood comes out of his sweat. Okay, that happens in the Garden of Gethsemane. Second is scourging. So what is scourging? Scourging means a severe form of whipping or flogging. Okay, children? That means ജീസസിനെ ഇങ്ങനെ അടിക്കുമ്പം അത് ചുമ്മാ അടിയല്ല, നമ്മളുടെ ഡാഡി മമ്മി അടിക്കുന്ന പോലത്തെ അടിയല്ല. This is like a severe form. Okay, so I'm going to explain it what kind of എത്ര സിവിയറിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിൻ്റെ പേരെന്ന് വെച്ചാൽ റോമൻ ഫ്ലാഗുലേഷൻ എന്നാണ്. റോമൻ ഫ്ലാജുലേഷൻ ഓർ ഫ്ലാഗുലേഷൻ, അത് ഏറ്റവും പേടിയുള്ള ഒരു പണിഷ്മെൻറ്റ്. എന്തുകൊണ്ടാണെന്നറിയോ? സി, ആ പിക്ചറിനകത്ത് നമുക്ക് കാണാം. ക്യാൻ യു ഓൾ സീ ദ പിക്ചർ? So what do you see in that picture? We see those 3 or 4 leather strips aane. Leather nu vechal ariyallo, it's like little tight, it's taken from skin of animal, right? So athrakkum strips el അവർ എന്തുവാന്നറിയോ? They will tie goats sheep's bone. Okay, sheepinde bone. So ചില ഏരിയയിൽ നമ്മളുടെ bone sharp ആയിരിക്കും. Okay, like a needle, some areas. Okay, and it's very, you know, right, bones are very strong, right, very sturdy. Okay, appo aa bones aindude you can see those balls. Children, can you see all the balls on the picture? Those balls are metal balls. So these two are tied together. Appo namakku vadiyokke aanengil just a tiny pain when compared to this. What is this? The bones of sheep and metal balls. Metal no vechariya, it is something very hard. So what happens? So idinte pera flagrum. What is it? Flagrum. So what happens is ee flagrum kondu scourge cheyva, ingane adichu aadi endu vettum outer skin it parnju varum. Okay, the outer skin gets removed, but when they keep hitting pinneyum aavarthichu adikkumbom it goes into the innermost skin, the muscles. Appo endu vettum? Severe bleeding. Blood ingane velilot it comes out. Okay, so the flagrum is used in scourging. Okay, it's a short whip with many leather tails that has small metal balls or sheep bones. Okay, and the purpose of the balls at the end of the strip is to tender the body and the skin. appo endu vettum ee ball metal balls kondu adichu endu vettum ee soft skin onnude weak agum. ഇല്ലേ? അടിച്ച് അവിടെ എന്ത് പറ്റും? നമുക്ക് തന്നെ we can imagine, just imagine, it's not one beating till he was no more, like for almost dead and weak ആകുന്നവരെ ഇവർ അടിച്ചുകൊണ്ട് ഇരുന്നു. Okay, so the body is completely weak. Okay, so ഈ bones ഒക്കെ സ്കിന്നിനെ വെളിയിലോട്ട് എടുത്ത് the flesh is all coming out. I am giving this detailed explanation not to make you all what you say. ഇച്ചിലൂടെ നമുക്ക് ആ ദൈവത്തിൻ്റെ സഫറിങ്സ് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് സീരിയസ്ലി ഒന്നുകൂടെ എടുക്കാനായിട്ടാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് അപ്പോൾ യേശുപ്പച്ചൻ്റെ ഡ്രസ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ക്ലോത്തിങ്. ഓക്കെ, ഹി ഹാഡ് എ ക്ലോത്തിങ് അറൗണ്ട് ഹിം, റൈറ്റ്, ലിനൻ ക്ലോത്തിങ്. സോ ദാറ്റ് വാസ് റിമൂവ്ഡ് ആൻഡ് ഹിസ് ഹാൻഡ്സ് ആർ ടൈഡ് ടു ദ പോസ്റ്റ് അബവ് ഹിസ് ഹെഡ്. ഒരു പോസ്റ്റ് ഉണ്ട്. Okay, it's like a long cylindrical post and his hands are tied on top, okay, above his head. Okay, and what happens is a Roman soldier, he steps forward and with a flagrum in his hand, he cuts through the skin. Okay, and then you can see the tissue. This is the first layer of the skin, the topmost layer. അത് ആദ്യം ഫുൾ കളഞ്ഞിട്ട് അകത്തോട്ട് ചെല്ലുന്നത്. അപ്പം കാണാം, you can see the അവിടെ ഞരമ്പും, okay, blood vessels are there, nerves, and you can see capillaries. Okay, all these things, it will this flagrum will get into the most innermost part, right? But ഏറ്റവും ഡീപ്പായിട്ട് ചെല്ലുമ്പോൾ അടിച്ചെന്ത് പറ്റും, എല്ലാം പറഞ്ഞ് വെളിയിലോട്ട് വരുക ചെയ്യുന്നത്. ഓക്കെ, സോ ഭയങ്കര ബ്ലീഡിങ് വരും. arterial bleeding happens over there. See, next slide, please. Yeah, see, I'm sorry, I know it's a very gory picture.
പക്ഷേ this is nothing, I would say. യേശുവിൻ്റെ സമയത്ത് നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. ഇതിനേക്കാളും maybe 10 times more, definitely. This is just a pictorial representation. Okay, can you see the pain what Jesus went through? Okay, so what happens over here? ഇങ്ങനെ അടിച്ച് what happens? The bones make contact with Jesus' skin. Okay, അപ്പം ഈ bones will get deep into his skin, into his muscles, and കുറേ flesh വെളിയിലോട്ട് വന്ന് it exposes the bone. Okay, so ഇവിടെ ഭയങ്കര amount of blood is lost. Okay, so അപ്പം എന്ത് പറ്റും? So much blood is gone. What happens? Okay, what happens is there will be slowly he's dying. ഈ crucifixion which it's not instant death. Instant death is like pain is just for a few seconds. This is slow death. That means inch by inch യേശുപ്പച്ചനെ വേദനിപ്പിക്കുക. From mental torture to physical, inch by inch. It's not instant death, inch by inch. For hours he suffered. So just look at the picture, okay? So what happens? There's a great loss of blood. Upon blood pressure, it will fall, and then he goes through a shock. Not the other shock, but a medical term is the hypovolemic shock. I'm not getting into detail so much. And then what happens? വെള്ളം ഒത്തിരി ദൈവത്തിൻ്റെ ശരീരത്തിൽ നിന്നെല്ലാം അങ്ങ് വെളിയിലോട്ട് പോകും. So dehydration. You know what is dehydration? When you don't drink water, what will happen? We are so thirsty, right? And the skin goes inside and it sticks to the bones, right? So imagine Jesus ഒത്തിരി blood loss ഉണ്ടായോണ്ട് dehydration is also happening. But he asked for water. പക്ഷേ did anyone give him water? He became so thirsty there. Imagine it was not for a minute, not for an hour, for long time, right? So താഴോട്ട് വരുമ്പം you can read over there. ഈ ഒരു സമയത്ത് കുറേ ഫ്രാക്ചർ ഉണ്ടായി. എവിടെ? റിബ്സിൽ. This is where our ribs are. Okay, ഇങ്ങനെ അടിച്ച് ബോൺസും എല്ലാം കയറി കുറേ ഫ്രാക്ചറും അവിടെ ആയിട്ടുണ്ട്. അപ്പം എന്ത് പറ്റും? ലങ്സിന് ബ്രീത് ചെയ്യാൻ, പമ്പ് ചെയ്യാനോ it is so difficult for the lungs to take in the air and take out, inhaling and exhaling. It's very difficult because the lungs are also compressed and it has severe bruising. Okay, next page please. Okay, when it is determined by the centurion that the prisoner is near death, the beating is finally stopped. So when is the beating stopped? Okay, when the Roman centurion, the topmost position of the centurion, when he's seeing that Jesus is almost death, because ingane adichu kore blood loss, right? This pressure is lost, the blood pressure comes down, ingane kore flesh is all out. So when he knows that he's almost dying, appudu beating is stopped. So next is avada ezhudittundu thaale, the half fainting Jesus is then untied and allowed to slump to the stone pavement, wet with his own blood, to be mocked by soldiers and be given the crown of thorns. So യേശുപ്പച്ചനെ അവിടുന്ന് untie ചെയ്തു. അപ്പോൾ യേശുപ്പച്ചന് ഒട്ടും എനർജി ഇല്ല, right? So he falls and what happens next is കുറേ ബ്ലഡിൽ he's covered, and next is the placement of thorns. You know what is thorns? മുള്ള്. Okay, അതും കൊച്ചു മുള്ളല്ല. I will explain it in the next page. Yeah, so ഇത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ അവർക്ക് അന്നത്തെ കാലത്ത് പണിഷ്മെൻറ്റ് സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു തോണ. സോ ദ നെയിം ഓഫ് ദ പ്ലാന്റ് ഇസ് Ziziphus lotus. Okay, so look at the size of the thorn. Here it's looking small, but it is almost 1 to 2 inches long. So that means this is 1 inch. So this entire thing is like almost 2.5 inch. This is like almost 2 inch. Okay, so athrakkum velliya what? Thorn. Yeah, look at that. That's kept placed on his head. About 2 inches long. Okay, so why did Romans place that thorns? Because Jesus is the king of the Jews. So they wanted to make fun of Jesus. So instead of the crowns, the thorns are kept. So crown into param, they are making fun of Jesus and placing thorns. Okay, so what happens? They throw a robe across his shoulder and then a stick in his hand, just to show that he is the king. Okay, so we'll take the next page. In thorns നമ്മുടെ ഹെഡ് പ്ലേസ് ചെയ്യുമ്പോൾ
what all happens? നമ്മൾ ചുമ്മാ അത്രേ ഓർത്തുള്ളല്ലോ. The thorns are kept, that's it. No. See, something really painful is happening. അതിനേക്കാളും ഡീപ്പായിട്ട് എന്തോ സംഭവിക്കുന്നത്, ഈ thorns will go into the outer bone and damage. നമ്മളുടെ ഇവിടെയൊക്കെ nerves ഉണ്ട്. Okay, there are so many nerves and blood vessels. So ഈ thorns 2-inch height length ulla thorns will get deep into the nerves, right? And then what happens, his entire face will have severe pain, but because our nerves are particular, our nerve in a touch, it's called the trigeminal nerve or the 5th cranial nerve. So I'm not going much into the medical aspect, but let me get deep into the suffering. Okay, so there is a lot of bleeding because of the loss of blood from the blood vessels. Lot of bleeding. Okay, why there's a lot of bleeding? Because the thorns get into the, okay, and it's affecting all eyes, ears, and elladum effective. And his pain became so sensitive that he walked and fell. Appo athrakkum krooramaya oru like endoru krooramaya oru punishment, vedana edukkunna oru punishment aayirunnu. So Jesus fell down. He fell down. Then what happened? Whenever his face, mohan തൊടുന്നിടത്തെല്ലാം വേദന, because ഈ തോൺ അവിടെ കിടക്കുമല്ലേ. അപ്പം ഇച്ചിരി ഒരു കാറ്റ് പോയാൽ മതി, ഭയങ്കര കുത്തുന്ന വേദന, like a needle pricking pain. Okay, that is what happens when your nerves get affected. Okay, then what happens is അവിടെ ആൾക്കാരെല്ലാം കളിയാക്കാൻ തുടങ്ങും. They make fun of Jesus, right? ആരാണ്ട് സ്റ്റിക്കിംഗ് കൊണ്ട് തലയ്ക്ക് അടിച്ച് വായിച്ചിട്ടുണ്ടോ? Have you all read that? So some of the soldiers are beating him with the stick. So imagine ഈ thorns ഇവിടെ ഇരിക്കുമ്പം പുറകിൽ അടി വരുമ്പം ആ thorns ഇച്ചിരൂടെ അകത്തോട്ട് കയറും. Okay, so what happens? The pain is even more severe. Okay, then what happens? His robes are removed. അപ്പം ഇത് ഫുൾ ദേഹം എല്ലാം ഇങ്ങനെ പറഞ്ഞു കിടക്കുമല്ലേ. It's completely in a very bad situation. So what happens? ഈ നമ്മളുടെ ഈ റോബൊക്കെ എടുക്കുമ്പം വേദനിക്കുക, because it's touching the skin. ബ്ലഡുമായിട്ട് ഫ്ലഷ് എല്ലാം എടുത്ത് വെളിയിലോട്ട് വരുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും അതേ തൊട്ടാൽ ഭയങ്കര വേദന. ഈ ക്ലോത്ത് വരെ തൊട്ട അത്രയ്ക്കും excruciating pain. Okay, we can't describe it. Okay, next slide please. Next is on the way to Golgotha. Okay, now what happens? They place the thorns. He goes through severe floggings, whippings. Okay, idellam kayinjittu adutha enduva, he has to carry the cross. അപ്പോൾ ഓർത്ത് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സ്കിന്നും മസിൽസും ലങ്സും എല്ലാ പാർട്ടും ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഹെവി ക്രോസ് എടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ട്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? Imagine that he is, after all the scourgings, right, he has to carry the heavy cross and then he is walking. How painful is that, right? So what, you know, the first of all the distance is, avadate aa distance nu parayunnathu from Golgotha പോകുന്ന distance പറയുന്നത് 0.80 kilometer, ഏകദേശം 1 kilometer. അപ്പോൾ ഇതും പിടിച്ചുകൊണ്ട് അവിടം വരെ നടക്കണം. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കിയേ, ഇടയ്ക്ക് വീഴുക താഴെ. Have you read that in the Bible? So who helped him? Simon, right? Simon. So how he was forced to help Jesus, right? But later he heaped blessings for that. Okay, so imagine he had to carry the cross for 1 kilometer, that heavy cross, and then he's falling down, and then when they are taking him back, putting him back on his feet, all the skin that's touching the floor is literally, the ground is literally causing intense pain. Okay, so the rough wood and also the wood, നല്ല പോളിഷ് അടിച്ചു അത് കംപ്ലീറ്റ്ലി അങ്ങ് ട്രിം ചെയ്ത വുഡൊന്നും അല്ല. ഓക്കെ, അതിലൊക്കെ പോയിന്റഡ് എന്തുവെന്ന് പറയുന്നത്, നല്ലതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ദീസ് ടൈനി സ്പെക്സ്. അപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറുമ്പോൾ ഒന്നുകൂടെ വേദനയായിരിക്കും. ഇറ്റ്സ് നോട്ട് നൈസ്ലി പോളിഷ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പേജ്. Okay, so after the walk on the way to Golgotha, next is the crucifixion of Jesus. Okay, so what is crucifixion? Can someone read from the picture? Okay, to avoid death by bleeding, slow and painful death. Inch by inch our Savior is, right, suffering inch by inch. So idoru 7.5 feet ulla oru cross.
Okay, so it was like a practical point of view. It was easier to remove the victim from the cross after death. Okay, so around 7.5 feet. Next page, please. Yes, so what happens? First, the nails are pierced into his hands, palms, right? So where do they pierce? In the middle. Okay, so there is one nerve over there called the median nerve. So the soldiers will check for some depression, and then they will pierce these nails. Okay, endu a kunju nail ano? It is thick and long. Okay, and it is metal again. So our nail is going right through his palms. Okay, and then what happens? Electric shock varuna polathe vedana. Okay, the pain is like electric shock, right? And that would have spiked through the hands. So what happens? So you just imagine oru kochu safety pin agathotu poya madi nammude kai ingane aam. So this is like very thick nail, right? Just piercing through, and his hands become clawed. Okay, because of the intense pain. Okay, maximum pain. So Jesus cried in agony. He cried in deep pain. Okay, are you able to understand? Abia, Bodhi, Abiyas, and Gianna, everyone? The boys? Okay. Next is the nails on Jesus' feet. Jesus' hands, nails, done. Next is the nails on the feet. So first what happens? This is really painful. It's a sad situation over here. If they have to, avade nails, namalde aa feet and avade, if they have to pierce, right? Both the feet have to be bent, right? They can't keep straight legs. If they have to pierce the nails, it has to be bent. Can you see the picture on the left? How Jesus is bending his feet. Appo orthu nokiye breathe cheyanayittu endu difficult aayirikkum. Nammal ingane nere nikkunonde we are finding it easy. When the knees are bent and you're hanging on the cross, is it? Jesus is hanging on the cross on those nails. So how will he breathe when the knees are bent? For 1 minute, nammalde kaal ingane vechu allengil cramps kerumbum kochumbokke endu vedane avada kadanu kochi inch by inch he's suffering, right? So the left foot is pressed against the right foot, and the nail is driven through the arch of each, leaving the knees flexed and damaging the plantar nerves. Okay, and the effect of bending the knees can cause cramping and numbness in the calves and thighs. Okay, so what happens is idu ingane bend cheyyumbom endu vettum ivide cramps, you know cramps. It's like suddenly something is like catching your back portion of the muscle. So, something like that, cramps. So, because the knees are bent, he's getting cramps, but he can't even do anything. Why? Because he's nailed on the cross. So, he will bend his back just to bear the pain. Okay? So, you can see that in the picture. Just imagine Jesus in this position. It's so difficult to breathe. And not just that, he becomes very tired and exhausted. He didn't drink anything, remember? Okay? And he didn't have anything. Okay, he becomes very exhausted. Just imagine, you yourself imagine, tied on the cross, okay? And the amount of wind that can, just pass by, and that too he was unclothed, right? Is there any covering? There's no shirt. So what happens when the wind comes and touches for a long period of time? You will get breathing problems, pneumonia, okay? And you'll feel so cold. The body begins to completely get depressed, the body, okay? It goes into a very, very scary death. It gets into a very scary situation over here. Okay, next. Okay. See over here, the chest is, Yeshapachan breathe, agathottu breathe. Most of the time, Yeshapachan ingane irikkunna. Endunda? Ingane exhale edal, his feet will start having excruciating pain. Okay? Appa Yeshapachan eppudu ingane historians, okay, researchers ingneya parayunnathu. Karanam aa oru position il feet idumbam namukku breathe exhale and paada. To release air, right? It brings a lot of pain to his feet. So he's trying his best to ingane nikkan kore neram namukku nikkanokku. You want to release your breath, right? You have to release. So imagine kore neram Yeshapachana vedana saikkanete
ഇങ്ങനെ ഇരിക്കും, ബിക്കോസ് ഇങ്ങനെ റിലീസ് ചെയ്താൽ ഇറ്റ് വിൽ എഫക്റ്റ് ഹിസ് feet, legs, okay? So he see, so what happens, ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം the nail, what ആ ഒരു ആണി ആ കാലയിൽ ഫുൾ ടയർ ചെയ്യും എക്സേൽ ചെയ്യുമ്പം, okay? So the pain is even more very unbearable, okay? The next slide. So this is the anatomy of the feet. I'm not getting into details because okay, the next slide. See, itrakkyu intense pain when a normal human being, when a person goes through, what will be our reaction? Imagining myself on the cross, and in such a situation njan ariyade endu cheyidu povum. I'll just scream at the top of my lungs because I can't bear it. It's unbearable. And I'll scream and I'll cuss. Okay? Like, that much unbearable. Apashe, what did Jesus do? Did he cuss? Did he curse? I remember there's one particular verse where he says, Father, forgive them. Right? So that is the tender heart of our Savior. He's utterly helpless to fight his own pain. And he patiently bears it. Patiently endures it. Okay? Okay, next slide. So see what happens? These are the arms, right? അപ്പോൾ എന്ത് പറ്റും, കുറേ നേരം ഇങ്ങനെ നമ്മൾ തന്നെ കൈ വെച്ച് നോക്കിയേ. How is it easy? Is it easy? That's for not even a minute. Keep it for some 5 minutes. It's so painful. Even though it's nailed on the cross, yet the pain on this side, and it's all hanging on the cross. The entire body is hanging on 3 nails. Imagine, and then the entire body weight is on those nails. അപ്പോർത്ത് നോക്കിയേ, ഓക്കെ? ആ വെയിറ്റ് എല്ലാം ആ നെയിൽസിലോട്ടാ കൂടുതൽ, എല്ലാം പറഞ്ഞ് വരുന്ന പോലത്തെ വേദന. So it's throbbing pain, okay? His arms get tired, cramps begin to develop, and Jesus loses his ability to push himself, okay? Hanging by his arms, എല്ലാ muscle gets paralyzed and unable to act. Every muscle is almost paralyzed, almost motionless, okay? So these are the muscles. I'm not getting into details. Okay. So this is next, the breathing, okay? They are explaining how Jesus, our vedana. So what happens due to limitless pain, okay? ഇത്രയ്ക്കും ഡീപ്പ് വേദന ആയതുകൊണ്ട് cycles of twisting, cramps വരുക, on and off these cramps are coming, okay? And the cycles of twisting and partial asphyxiation. That means breathe ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് carbon dioxide, do you know children, carbon dioxide, it gets filled up in the lungs. So slowly he's dying. Right? So what happens over here, slowly his breathing and carbon dioxide begin to fill up, and the lungs, right, because it's almost it's dying inch by inch, what happens to the lungs? It loses its ability to remove, right? The lungs have to remove the carbon dioxide, otherwise it will die, right? So what happens over here, there's something called respiratory acidosis. So what happens, carbon dioxide agathote kari oru veru endu andirisham agathu. Then slowly what happens, there will be a collection of fluid, okay? And there is a pangara heartbeat, okay, will be dub 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 very quickly, okay? Because of the amount of pain all over. And then this carbon dioxide will get into the blood, okay? And makes it more acidic, okay? And it's also affecting the heart. Okay, all these things are affecting the heart, carbon dioxide in the blood, the lungs failing, okay? Next is, due to the rapid heartbeat, there is a collection of fluid. അപ്പോൾ ഇങ്ങനെ ഡബ് 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 ലബ് ഡബ് ലബ് ഡബ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, ഫ്ലൂയിഡ് ഹൃദയത്തിലെ സറൗണ്ട് ചെയ്തു, ഓക്കെ? സോ ദാറ്റ് ഇസ് കോൾഡ് പെരികാർഡിയൽ എഫ്യൂഷൻ. ഓൾ ദ മെഡിക്കോസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെരികാർഡിയൽ എഫ്യൂഷൻ. അപ്പോൾ എന്ത് പറ്റും, ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പം ഭയങ്കര ഒരു ക്രഷിങ് പെയിനാണ്, okay? And then you feel a deep crushing, deep pain in the chest, okay? And ee fluid will compress the heart. What do you mean by compress, children? Ingana press cheyidondirikkum, okay? Okay, next. So the appam kore blood loss undai, okay? Too much of blood Jesus is losing. There is fluid loss, and what happens, everything at a critical level it is reaching. The state of our Savior is
really very bad, okay? Because there's a loss of blood, loss of fluid, and the compressed heart, it cannot pump, okay? And then the tortured lungs are making an effort to draw in small gulps of air. Remember, Jesus cries and says, I am thirsty. You remember that? Why? Because all this is happening. The lungs are compressing, the heart is getting compressed, tortured lungs making him thirst. Okay? And then his skin dehydration, right? Dehydration is happening. And then he gasps his fifth cry, I thirst. Next is, I'm thirsty. What are they giving Jesus? Some fresh water? What are they giving? Yeah, they are giving him vinegar. It's like vinegar in the sense, it's like a cheap wine, which is the staple drink of the Roman legionaries. Okay? So something very cheap and very much like Kuiper. Okay, tasteless. So the body of Jesus, imagine, he's thirsty and this is what he is getting. Okay, now the body is now in extreme position and he can feel the death creeping through his tissue. Okay, and this brings out his sixth words. Okay, but he knows he's about to die because inch by inch he can feel it. And that's when he cries victoriously. It's written that triumphantly he cries. What does he cry? It is finished. That means, you know what it means, right? He's like, it's over for him. Okay, and the mission of atonement has been completed. Finally, he can allow his body to die. Okay, and with one last surge of strength, he once again presses his torn feet against the nails, straightens his legs and takes a deep breath and utters his seventh and last cry, Father. Okay, so Father, into thy hands I commit my spirit. So is that over? Into your hands I commit my spirit. And after he's dead also, did they leave him alone? What did they do finally? അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് അവര് വെറുതെ വിട്ടോ? ഇല്ല, അവരെന്ത് ചെയ്തേ? They took a very sharp spear, right? A very sharp spear. Even after, yes, he pierced through the ribs, through the pericardium into his heart. Which is why there was sudden flow of gushing out of blood and water. Because when they pierced, it went right into his heart. Okay? And then therefore, the researchers pareva that the death occurred not because of suffocation. Okay, breathing pattanitalla. Death occurred because of the heart, constriction of the heart and shock. Okay, heart failure and shock. Okay, yeah, the last slide. Okay, so this, I'll just read it quickly. I know we are out of time. Though his eyes were on the crowd that day, he looked ahead in time. Because when he was on the cross, I was on his mind. He knew me, yet he loved me. He whose glory makes the heavens shine. So unworthy of such mercy, yet when he was on the cross, I was on his mind. Okay? So, did Jesus had to go through all the sufferings? Was he? No. Why? Because he was without any mistake. He was a pure Lamb of God, right? I should have been on that cross because daily I'm hurting my Savior by disobeying our parents, by disobeying our loved ones, yeah? By answering back, by having anger against our loved ones, right? So all these things, it's hurting our Savior, right? I should have been on that cross, but who took my place? Jesus Christ. Why he took our place, Monet? Why? Because he wanted to see us come back to him, because he loves us so much, right? He loves us so much that he took the place for us, right? So I pray that each one of us would be impacted as it impacted me greatly. God bless us all. Thank you, sister. നമ്മൾ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയൊക്കെ പറ്റി അല്പമായിട്ടൊക്കെ ചിന്തിച്ച് പോകാറുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു അപഗ്രഥനം എന്ന നിലയിൽ നമുക്ക് ഇന്ന് ലഭിക്കാനിടയായി തീർന്നല്ലോ. ഞാൻ ഓർക്കുകയാണ്, വധശിക്ഷ നടപ്പാക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള വധശിക്ഷകൾ നടപ്പാക്കിയിരുന്നു.
ഒരു റോമാ പൗരനെ ഒരിക്കലും അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. റോമാ പൗരനാണെങ്കിൽ ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്യുന്നത്. യഹൂദന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു. എന്നാൽ ഒരഗതിയെ എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരുവനെ മാത്രമേ ക്രൂശിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കർത്താവിനെ ആ സ്ഥാനത്തേക്ക് വിട്ടത്. മാത്രമല്ല, സിസ്റ്റർ ഒടുവിൽ ഓർപ്പിച്ചു, കർത്താവ് സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, എൻ പേർക്കേശു മരിച്ചെന്നു അതാണ് കാര്യം അതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ്, മാത്രം എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് നിർത്തിയതാണ്. എം ഇ ചെറിയൻ സാർ ഒരിക്കൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ഏതാണ്ട് തീർന്നു. ഇനിയിപ്പോൾ ഉള്ളത് സ്വത്രകാഴ്ചയാണ്. അപ്പോൾ ചെയർമാനും ഉണ്ട്, ഒരല്പസമയം തോന്നുന്നു. വിഷമിക്കണ്ട, ഈ മനുഷ്യന് ഒത്തിരി ബോറായിക്കളയെന്ന് വിചാരിക്കണ്ട. എം എ ചെറിയാൻ സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, അവരുടെ നാട്ടിൽ ഒരു മനുഷ്യന് ഒരു മോഷണം നടത്തി. എൻ്റെ കേട്ട് ഓർമ്മ ശരിയാണെങ്കിൽ തേങ്ങയാണെന്ന് തോന്നുന്നു. തേങ്ങ മോഷ്ടിച്ചു. വാഴക്കുലയാണ് മോഷണം നടത്തി. അദ്ദേഹത്തെ പിടിച്ച് നാട്ടുകാരെല്ലാം കൂടെ കൈയോട് പിടിച്ചു കഴിഞ്ഞിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷയെന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാവരും ഓരോ അടി അടിക്കും അല്ലേ, വരുന്നവരെല്ലാം ഓരോ അടിച്ചടിച്ചിട്ട് പോവാം. അപ്പോൾ ചെറിയാൻ സാർ ചെറുപ്പമാണ്. ചെറിയാൻ സാർ ചെന്നു കഴിഞ്ഞിട്ട്, എന്നാലും അച്ചായ ഇതിച്ചിരി കഷ്ടമായിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തെന്നറിയാം, എൻ്റെ പൊടിയച്ച നമ്മുടെ ഈശോമശിഹ സഹിച്ചതുമായിട്ട് നോക്കുമ്പോൾ ഇത് വല്ലതും കഷ്ടമാണെന്ന്. നമ്മുടെ ഈശോമശിഹ വാഴക്കുല മോഷ്ടിച്ചിട്ട് കഷ്ടം സഹിച്ചതല്ല, നമുക്ക് വേണ്ടി സഹിച്ചതാണ്. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ്, പൊതുവെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. നമുക്ക് മീറ്റിംഗ് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മതി. യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ എത്തിയ ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ ജനങ്ങൾ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം ആ ഒരു ചോദ്യം ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചുണ്ടായ ആ ചോദ്യം, അതിന് ഉത്തരം ഒന്നായിരുന്നില്ല. ചോദ്യം ഒന്നായിരുന്നെങ്കിലും പല ഉത്തരമായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു പെന്തക്കോസുകാരൻ, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, ആത്മീക താല്പര്യം ഇല്ലാതെ നടക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് സുഹൃത്തായിട്ട്, ബോംബെയിലാണ് സംഭവം, സുഹൃത്തായിട്ട് കിട്ടിയ ഒരാൾ ആ സമയത്ത് രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളാണ്. വളരെ തീക്ഷ്ണതയുള്ള ഒരാളാണ്. പെട്ടെന്ന് രക്ഷിക്കപ്പെട്ടു വന്നതുകൊണ്ട് ആ ദിവസങ്ങളുള്ള തീക്ഷ്ണതയായിരിക്കാം. അദ്ദേഹം ആരെ കണ്ടാലും സുവിശേഷം പറയും, ആത്മീയ കാര്യങ്ങൾക്ക് ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആത്മീയ താല്പര്യം ഇല്ലാത്ത ആളിനെ ഇദ്ദേഹം ഉപദേശിക്കാൻ തുടങ്ങി. ഒരു ദിവസം രണ്ടുപേരും കൂടി ഇരുന്ന് റൂമിൽ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ ചെന്ന മൂന്നാമത്തെ ആൾ അവിടെ നിന്ന് അല്പസമയം അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട്, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൾ വരെ താല്പര്യത്തോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു, പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ആളിനോട്. അപ്പോൾ ആൾ പുറത്തിറങ്ങി വന്നിട്ട് മൂന്നാമത്തെ ആൾ പറയുന്നു, എടാ അവിടെ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വന്ന ആൾ യേശു ആരാന്നൊക്കെ ചോദിക്കുന്നു. പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വന്ന ആൾ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട ആളിനോട് യേശു ആര് എന്നൊക്കെ ചോദിക്കുന്നു. അത് നമുക്കൊരു രസകരമായിട്ട് തോന്നുമെങ്കിലും ഈ ഇന്നത്തെ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആരെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചവരും ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഒരു വല്ലാത്ത ചോദ്യമാണ്. നമുക്ക് ഈ ചോദ്യം ലോകത്തിലെ സകല മനുഷ്യരോടും ചോദിക്കാം. ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ പറയും ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് യേശു ക്രിസ്തു എന്ന്. ഒരു ഹൈന്ദവനോട് ചോദിച്ചാൽ പറയും ഒരു അവതാര പുരുഷനാണ് യേശു എന്ന് പറയും. ഒരു മുസ്ലിം സഹോദരനോടാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പറയും ഒരു നബിയാണ് യേശു എന്ന് പറയും. ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവ്യനായിരുന്നു യേശു എന്ന് പറയും. ദിവ്യനെന്ന് പറഞ്ഞാൽ ഒരു അമാനുഷികത്വമുള്ള ഒരാളായിരുന്നു യേശു എന്ന് പറയും. ദൈവമാണെന്ന് പറയുവാൻ ഒരു പക്ഷേ അധികം പേർ കഴിയുകയില്ല. ഇവിടെ ചോദിച്ചവരെല്ലാവരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിനെ ഓരോ പുസ്തകത്തിലും ഓരോ നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്
നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വാസ്തവത്തിൽ യോഹന്നാൻ്റെ അനിയനാ കർത്താവ്, അല്ലേ? കസിനാ. നമ്മളാണെങ്കിൽ സാധാരണ എങ്ങനെ ആയിരിക്കും പറയുന്നത്? എൻ്റെ അനിയൻ വരുന്നുണ്ട്. കർത്താവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അച്ചാച്ച ഈ മരുഭൂമിയിലൊക്കെയാണ് നിൽക്കുന്നേ, വീട്ടിൽ പോകാമെന്നൊക്കെ പറയും, അല്ലേ? മമ്മി പറഞ്ഞായിരുന്നു അച്ചാച്ചനെ കാണാൻ വിളിച്ചുകൊണ്ട് വരണമെന്ന്. എന്നിട്ട് വരെ ജനങ്ങളോടൊക്കെ പറയും, ഇത്രയും പേരെ കൂടെ ഇന്ന് സ്ഥാനപ്പെടുന്നു, ഇന്നിനിയും സ്ഥാനമൊന്നുമില്ല. അങ്ങനെയല്ലോ എന്ന് പറഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേദപുസ്തകത്തിന് പിന്നെയും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കർത്താവിനെക്കുറിച്ച്. കൊലോസ്യലേഖനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകലത്തിനും കാരണഭൂതനുമായവനാണെന്ന്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ താപ്പോട്ട് വായിക്കുമ്പോൾ, ഇന്ന് കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ സൂക്ഷിച്ചപ്പോൾ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ, അവനെ താൻ ഇരിക്കും പോലെ കണ്ടോ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു. കർത്താവിൻ്റെ ദാസൻ, എനിക്കറിയാൻ സമയം തീരെ കുറവാണെന്ന്, കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യൻ ഒരിക്കൽ ഈ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതിന്ന് നമ്മൾ കേട്ട ഭാഗങ്ങളോടൊക്കെ ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തിയേക്കാം. ഒരു വലിയ തീ പിടിക്കുന്ന സമയം, നമ്മൾ തീ പിടിക്കുന്ന ഫ്ലാറ്റിലുണ്ടെന്ന് വിചാരിക്കുക. തീ പിടിച്ചുകൊണ്ടിരിക്കുക, രക്ഷപ്പെടാനൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉറച്ച് നിലവിളിക്കാൻ തുടങ്ങി. മാത്രമല്ല, ആരെങ്കിലും സഹായിക്കുവാൻ വേണ്ടി നമ്മൾ ഉറച്ച് നിലവിളിക്കാൻ തുടങ്ങി. നമ്മുടെ നിലവിളി കേട്ട ഒരാൾ പെട്ടെന്ന് ഓടി വരികയാണ്. ഓടി വരുമ്പം തീ പിടിച്ചിരിക്കുകയാണെന്ന് പുള്ളിക്കറിയാം. നമ്മളെ വല്ല വിധേന രക്ഷപ്പെടുത്തണമെന്നുള്ള താല്പര്യത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹം ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു, ഒരു ഫയർ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെ ആ ബ്ലാങ്കറ്റിനകത്ത് പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുവരുന്നു. യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മൾ രക്ഷപ്പെടുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ സംഭവിച്ചെന്താണെന്നറിയാമോ? നമ്മളെ കൊണ്ടുവന്ന ആൾ ഗുരുതരമായിട്ട് പൊള്ളലേറ്റിരിക്കുന്നു. അദ്ദേഹത്തെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം ICUവിലാണ്, ഏതാണ്ട് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ശതമാനം പൊള്ളൽ അദ്ദേഹത്തിന് ഏറ്റെന്ന് പറയാൻ എനിക്കറിയില്ലെങ്കിലും അധികം താമസിക്കാതെ അദ്ദേഹം മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ അടുത്ത് നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ICUവിൽ അങ്ങോട്ട് കയറി പോകാൻ നമുക്ക് അനുവാദമില്ല. നമ്മൾ വളരെ നിർബന്ധമായിട്ട് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു, എന്നെ രക്ഷിച്ച ആളാണ്, ഞാൻ മരിക്കേണ്ടിയിരുന്നു, ഈ മനുഷ്യൻ വന്നുകൊണ്ടാണ് ഞാൻ ജീവനോടായിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. നമ്മളെ അങ്ങോട്ടൊന്ന് വിട്ടു. ആ മനുഷ്യൻ്റെ അടുത്തോട്ട് നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് തലോടണമെന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ പൊള്ളലേറ്റ് കിടക്കുകയാണ്. നമ്മുടെ ആ മനസ്സിലുള്ള എനിക്ക് പകരം എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ച ആളാണ് ഈ കിടക്കുന്നുള്ള ധാരണയിൽ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സാന്നിധ്യം ഒന്ന് അറിയിക്കണമെന്നുണ്ട്. ചെറിയ രീതിയിൽ നമ്മളെ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നോക്കണം, അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുമോ അതായിരിക്കും ആരാധന എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം? ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവാണ്. ദൈവ കോപാഗ്നിയിൽ ഞാൻ മരിക്കാമായിരുന്ന സ്ഥാനത്ത് എനിക്ക് പകരം മരിച്ച ഒരു കർത്താവാണ് എൻ്റെ കർത്താവ്. ആ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. നമ്മുടെ കർത്താവ് ആരെന്ന ചോദ്യത്തിന് ലോകം തരുന്ന ഉത്തരമല്ല നമുക്ക് കൊടുക്കേണ്ടുന്നത്. നമ്മുടെ കർത്താവ് എനിക്ക് പകരം ദൈവകോപാഗ്നിയിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവാണ്. ഈ കർത്താവിനെ ആയിരിക്കണം നാം അനുഭവത്തിൽ അറിയേണ്ടുന്നത്. ലോകത്തിനെന്തും പറയാനുണ്ടായിക്കോട്ടെ കർത്താവിനെക്കുറിച്ച്. ചിലർ പറയുന്ന കർത്താവ് വലിയ ഗുരുവായിരിക്കുന്നത് ശിഷ്യന്മാരുടെ കാല് കഴിയതുകൊണ്ടാണെന്നാണ്. അതുപോലെ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, എനിക്ക് പകരം കർത്താവ് മരിച്ചതുകൊണ്ട്, എനിക്ക് പകരക്കാരനായതുകൊണ്ട്, എന്നെ വിടുവിച്ചതുകൊണ്ട്. ഈ ഒരു പ്രത്യേക കാഴ്ചപ്പാടായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടുന്നത്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് പറയാൻ എന്തുണ്ട് എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നത്. ശിഷ്യന്മാരോട് കർത്താവ് തന്നെയാണ് ചോദിച്ചത്.
നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് അത് തന്നെയാണ് പറയുന്നത്. പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത് ചരിത്രത്തിൽ നിന്നും നീ പഠിച്ച കാര്യമല്ലത്, പ്രവാചകന്മാരൊന്നും നിനക്ക് പറഞ്ഞു തന്ന കാര്യമല്ലത്, പിതാവ് വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, കാൽവറിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കപ്പെട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്കെല്ലാമാണ്. നിങ്ങളെല്ലാം അറിഞ്ഞില്ല, കഴിഞ്ഞ ദിവസം മാധവൻ എന്ന് പറയുന്നതായ ഒരു സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തനിക്കെല്ലാമായിരുന്നു. നമുക്ക് ചുറ്റും അനുകൂല സാഹചര്യങ്ങളുള്ളപ്പോൾ കർത്താവ് നമ്മുടേതാണെന്ന് പറയാൻ നമുക്ക് വളരെ സന്തോഷമാണ്. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ആ സഹോദരനെക്കുറിച്ചൊരു നിമിഷം ഓർത്തി, ആയിരിക്കുന്ന സാഹചര്യം ഏതായിരുന്നെന്ന്. അങ്ങനെയായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരണമെങ്കിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്ന് സമർപ്പിക്കാം, അങ്ങനെ മുൻപോട്ട് പോകാം. യോജനകളാ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഗ്രൂപ്പ് സോങ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ സോദരാഴ്ച എടുക്കാം.
വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. ഒരു കുഞ്ഞുങ്ങളോടെ ഒരു ചോദ്യം. നിങ്ങൾ യേശു കർത്താവിൻ്റെ കഷ്ടതകളൊക്കെ കണ്ടു ഇല്ലയോ? കണ്ടോ? യേശു നമുക്ക് വേണ്ടി സഹിച്ച ആ ത്യാഗങ്ങൾ, വേദനകൾ, നമുക്ക് വേണ്ടി ചിന്തിയ ആ ബ്ലഡ് ഒക്കെ ഒഴുകിപ്പോയതൊക്കെ നമ്മളെല്ലാം കണ്ടു. എന്തിനു വേണ്ടി യേശു ഇതൊക്കെ സഹിച്ചത്? നമ്മെ രക്ഷിക്കുവാൻ, ഇല്ലയോ? കാരണം ലോകത്തിൽ മറ്റാർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? നമ്മെ സ്നേഹിച്ചു. For so God loved the world. ദൈവം നമ്മെ സ്നേഹിച്ച് എന്ത് ചെയ്തു? He gave His only begotten Son. യേശു കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു. ആ കർത്താവിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ വിശ്വസിക്കും. കർത്താവെ, എനിക്ക് വേണ്ടി നീ മരിച്ചു. നമ്മൾ പാടി, എൻ പേർക്ക് യേശു മരിച്ചു. ആ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിനായി ജീവിക്കും. നിങ്ങൾ തീരുമാനം എടുക്കുവാൻ കഴിയുമോ? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്ത് ചെയ്യും? ഐ ആം സബ്മിറ്റിംഗ് മൈസെൽഫ് ടു മൈ ഗോഡ് ഓൾ മൈറ്റി. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. ആ സമർപ്പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫ്രം ദ ടൈം ഓൺവാർഡ്സ് വിൽ ബി കൺട്രോളിങ് ബൈ ദ ഗോഡ് ഓൾ മൈറ്റി. നമ്മെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ കർത്താവ്. യു വിൽ ടേക്ക് ഓൾ ഓഫ് അവർ നീഡ്സ്. നമ്മുടെ എല്ലാ ആവശ്യവും ഏറ്റെടുക്കും. നമ്മുടെ കർത്താവ് ഏറ്റെടുക്കും. അത് വിശ്വസിക്കുക. നമുക്ക് സമയം പരിമിതി കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. യേശു എനിക്ക് വേണ്ടി കാൽവറി ഇത്രമാത്രം കഷ്ടം സഹിച്ചില്ലയോ? എത്ര കഷ്ടത. ഇപ്പം നമ്മുടെ പ്രസല്ല ചേച്ചി ഇത്രയും പറഞ്ഞു, സമയം കണ്ടെത്തി അത്രയും അതേ കാരണം നമ്മളെ അതേ നമ്മുടെ മനസ്സിലെ ഉണർത്തുവാൻ തക്കമുടിയായി തോന്നും. എന്നാൽ കർത്താവിന് വേണ്ടി, കർത്താവ് എൻ്റെ ജീവൻ അവസാന നിമിഷം വരെയും അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവിടെ നിന്ന് എന്നെ സഹായിക്കണമേ. ഇപ്പോൾ ജോൺസൺ അങ്കിൾ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. മാധവൻ എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ സ്വന്തം വീട്ടിൽ എന്ത് ചെയ്തു? അവൻ്റെ ഒരു മോളുടെ കല്യാണത്തിന് 2 മണിക്കൂർ നേരത്തേക്ക് നീ ഗിവ് അപ്പ് യുവർ ക്രിസ്ത്യാനിറ്റി ആൻഡ് ടേക്ക് അതർ ബുദ്ധിസം ഏതോ മതം സ്വീകരിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നോ, ദ ഗോഡ് ഡെലിവേർഡ് മീ, ഐ ഹാവ് ഓൺലി ദ ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? സ്വീകരിച്ചത്. തന്നിമത്തെ അവരെന്ത് ചെയ്തു? ആ മാധവൻ എന്ന വ്യക്തി കൊന്നുകളഞ്ഞ് മാത്രമല്ല കാട്ടിക്കൊണ്ടുപോയി മരമെല്ലാം വെട്ടിയിട്ട് കൂട്ടിയിട്ട് തീയിട്ട് ചുട്ടുകളഞ്ഞു. ആരാ? സ്വന്തം മക്കൾ, ഭാര്യയും മക്കളും ചുറ്റുപാടുള്ളവരും കൂടി. നോക്കണമേ, യേശു കർത്താവിന് വേണ്ടി ആ മനുഷ്യൻ എന്ത് ചെയ്തു? തൻ്റെ ജീവൻ കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിൻ കർത്താവായി അംഗീകരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ളതായ ടെംപ്റ്റേഷൻസൊക്കെ കടന്നു വരും. നമ്മുടെ ജീവൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും കർത്താവിന് തള്ളിക്കളയരുത്. അതേ കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചുവെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെങ്കിൽ എല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാണ്. അതേ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശൽ യാഗമായി തോന്നും. ആ നല്ല കർത്താവെ അങ്ങേ പിൻപറ്റുവാൻ, അങ്ങേ മാത്രം സ്നേഹിക്കുവാൻ അവിടുത്തെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ. നമുക്ക് ആത്മാർത്ഥമായി മുൻനിർത്തി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചില നിമിഷങ്ങൾ അങ്ങയുടെ പാതപിടിയായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കുടെ നമ്മൾ സമയത്തോളം ഞങ്ങളുടെ സാന്നിധ്യത്തോളം ഞങ്ങളെ മറച്ചല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച ആ നല്ല കർത്താവിനെ ഓർക്കുവാൻ, അങ്ങേ പിൻപറ്റുവാൻ, അങ്ങേ ധ്യാനിക്കുവാൻ, ഞങ്ങളുടെ ജീവിതാവസാനം വരെ വിശുദ്ധിയോടെ വേർപാടോട് ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവേ അവിടുന്ന് തന്നെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല പ്രോഗ്രാമുകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ പ്രിയ സഹോദരി പ്രസലിലേക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൂടി കേൾക്കപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ സ്മരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് പ്രചോദനമായി തീരുവാൻ, അവരുടെ ജീവിതത്തെ ചിന്തിക്കുന്നതായി തീരുവാൻ, വരും ദിവസം കർത്താവിന് നിലകൊള്ളുവാൻ ഇവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തെ എതിർത്ത് നിൽക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളെ സഭയായി സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് കൊള്ളേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ഭാരങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. സകലത്തെയും കർത്താവെ അടക്കി ഭരിക്കും അധികാരമുള്ളവൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തകർന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഈ രാത്രി ഞങ്ങളെ മറ്റുമായി ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, ജയത്തോടെ ഞങ്ങളെ പരിപാലിക്കണമേ. അത് ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതാവസാനം വരെ നല്ല കർത്താവിനെ ധ്യാനിച്ച് അങ്ങേ സ്നേഹിച്ച് മുന്നേറുവാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇതിൻ്റെ ചെയർമാനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച നല്ല ആലോചനകൾക്കായി നന്ദിയോട് സ്തോത്രം. എല്ലാവരെയും സമ്പൂർണ്ണമായി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ വിടുതലോടും ജയത്തോടും ദൈവകൃപയോടും കൂടെ പിന്നെയും മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. രോഗത്താൽ ഭാരപ്പെട്ട് പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ. പൂർണ്ണ സൗഖ്യം ആരോഗ്യം കൊടുത്ത് താഴെ ദിവസങ്ങൾ പൂർണ്ണ ബലത്തോടെ കടന്നു ദൈവത്തെ ആരാധിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരുപാടിനായി സ്തോത്രം. കരുന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കണമേ. യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. യാത്രയെല്ലാം കൂടി ഇരുന്ന് കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കട്ടെ. വരുവിനെല്ലാം ഒരുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ.